മണ്ണാർക്കാട് നഗരസഭാ അധ്യക്ഷനായ ഫായിദ ബഷീറാണ് എന്നോടൊപ്പം ഉള്ളത്. ഇപ്പോൾ നിങ്ങളുടെ ആയുർവേദ ഡിസ്പെൻസറിയുമായി ബന്ധപ്പെട്ട ഉദ്ഘാടനമാണ്. അതോടൊപ്പം തന്നെ അത് വലിയ രാഷ്ട്രീയ ചർച്ചകളും ആയിട്ടുണ്ട്. അത് CPM കൗൺസിലർമാർ എതിർത്തിട്ടും PK ശശിയെ പരിപാടിയിൽ പങ്കെടുപ്പിക്കണമെന്ന് തീരുമാനിക്കാനുള്ള ഒരു കാരണം എന്താ? അല്ല, അതിൽ മണ്ണാർക്കാട് നഗരസഭയിൽ ഒരു ആധുനിക സൗകര്യമുള്ള ഒരു ഡിസ്പെൻസറി ഉദ്ഘാടനം ചെയ്യുമ്പോൾ അത് നല്ല ജനപങ്കാളിത്തവും അതുപോലെ തന്നെ എല്ലാ ആളുകളെയും കൂട്ടി യോജിപ്പിച്ച് പോകണമെന്നേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അദ്ദേഹത്തെ ക്ഷണിച്ചത് KTDC ചെയർമാൻ എന്നുള്ളൊരു നിലക്കാണ്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടി സാഹിബ്, MP, അതുപോലെ തന്നെ MLA ഇവരൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ആ പരിപാടി നടത്തിയിട്ടുള്ളത്. എല്ലാ കൗൺസിലർമാരും അതിൽ പങ്കെടുത്തിട്ടുമുണ്ട്. ആ പരിപാടിക്ക് എല്ലാവരും എത്തിയല്ലോ. സാധാരണഗതിയിൽ ഇപ്പോൾ ഒരു പ്രതിപക്ഷത്തുള്ള ഒരു നേതാവിനെ മറ്റേ പരിപാടിക്ക് ക്ഷണിക്കുകയാണെങ്കിൽ അവരത് സ്വാഗതം ചെയ്യുകയാണ്. ഇപ്പോൾ ഒരു പ്രത്യേക അവരുടെ ഒരു ആഭ്യന്തര വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അവർ എതിർത്തിട്ടുണ്ടാവും. അപ്പോൾ കൗൺസിലിൽ ഈ വിഷയം ചർച്ചയ്ക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ്. അതായത് PK ശശിയെ ഉൾപ്പെടുത്തുന്ന കാര്യം കൗൺസിലിലേ വന്നിട്ടില്ല എന്നാണ് പറയുന്നത്. ഇതിൽ ഈ ഒരു പരിപാടി ഉദ്ഘാടനത്തിന് ഇന്ന ആളെ ക്ഷണിക്കണമെന്ന് കൗൺസിലിൽ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. കൗൺസിലിനെ അറിയിക്കണം. അതിൽ ഇന്ന ആളാണ് ഉദ്ഘാടകൻ എന്ന് പറഞ്ഞു. ഞാൻ ചർച്ചയിൽ MLA പങ്കെടുക്കണമെന്ന് MP പങ്കെടുക്കണമെന്ന് പറഞ്ഞിട്ടില്ല. എല്ലാവരും അതിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞു. 4.5 വർഷത്തിൻ്റെ ഇടയ്ക്ക് ഒരുപാട് ഉദ്ഘാടനങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലൊന്നും ഇന്ന ആളുകളൊക്കെ പങ്കെടുക്കുന്നുണ്ട്, ഇന്ന ആളെ അല്ലെങ്കിൽ ഇന്ന ആളെ ക്ഷണിക്കാൻ പറ്റൂ എന്നുള്ള രൂപത്തിലുള്ള കാര്യങ്ങളൊന്നും പറയാൻ പാടില്ലല്ലോ. അതിൽ നമുക്ക് ഇപ്പോൾ അവിടെ വന്നു എന്നല്ല, എല്ലാവരും നല്ല സന്തോഷത്തോടു കൂടിയാണ് എല്ലാവരും അതിൽ പങ്കെടുത്തു. എല്ലാ കൗൺസിലർമാരും വന്നു, പ്രതിപക്ഷ കൗൺസിലർമാരും വന്നു. അപ്പോൾ അവർക്ക് തമ്മിൽ എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ അത് ഞങ്ങളെ ബാധിക്കുന്ന കാര്യമല്ലല്ലോ. അത് അവരുടെ പാർട്ടിയിൽ ഇതല്ലേ, അതിൽ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. എന്നാലിപ്പോൾ ഈ PK ശശിയെ സ്വാഗതം ചെയ്യുന്ന രൂപത്തിലായിരുന്നു MP-യും MLA-യും ഒക്കെ. അതായത് അദ്ദേഹം സാധാരണ ഈ വെള്ള ഷർട്ട് ധരിക്കാറില്ല, ഈ വെള്ള ഷർട്ട് ധരിച്ചു വന്നു, അത് ഈ പരിപാടിയോടുള്ളൊരു ഐക്യദാർഢ്യം എന്നുള്ള നിലയ്ക്കൊക്കെ ആയിരുന്നു. അല്ല, അത് MP-യും MLA-യുമാണ് അവിടെ പ്രസംഗിച്ചത്. അവർ കൃത്യമായിട്ട് അതിന് മറുപടിയും പറഞ്ഞിട്ടുണ്ട്. പിന്നെ PK ശശി അതിന് മറുപടി പറഞ്ഞു എന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത്. അത്ര ഒരു വിവാദമായ കാര്യങ്ങളിലേക്കേ അല്ല. കാരണം പ്രത്യേകിച്ച് അത് അവരൊക്കെ ഉന്നത സ്ഥാനങ്ങളിലിരിക്കുന്ന ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ MP പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് MPക്ക് അതിൻ്റെ മറുപടി MP നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും. അതുപോലെ തന്നെ MLA, പിന്നെ PK ശശിയാണ് പിന്നെ അതിന് മറുപടി പറയേണ്ടത്. അദ്ദേഹം ഇന്ന് പത്രക്കാരോട് പറഞ്ഞു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അത്ര ഒരു വിവാദ ചോദ്യങ്ങൾക്ക് അല്ലെങ്കിൽ അതിനൊരു ഉത്തരം നൽകാൻ ഞാൻ തയ്യാറല്ല. ഇതിലിപ്പോൾ ഈ DYFIയുടെ നേതാക്കൾ വലിയ അഴിമതിയാണ് ഈ മണ്ണാർക്കാട് നഗരസഭ ഭരണത്തിലുള്ളത് എന്ന് ഈ പരിപാടിക്ക് മുൻപ് ഉച്ചയ്ക്ക് പറഞ്ഞിരുന്നു. പക്ഷേ ഈ പരിപാടിക്ക് എത്തിയ KTDC ചെയർമാനായ PK ശശി പറഞ്ഞത് കഴുത്തോളം ചളിയിൽ നിൽക്കുന്ന ആളുകളാണ് ഒരു ഷർട്ടിൽ ഉള്ള ഒരു കുത്ത് എന്നുള്ള രൂപത്തിൽ പറഞ്ഞത്. അത് ശരിക്കും CPM-നെയും DYFIയും പൂർണ്ണമായി തള്ളുകയും നഗരസഭയെ DYFIയുടെ ഇന്നലെ അവിടെ ഒരു 10 മണിക്ക് പിന്നെ കൗൺസിലർ മൻസൂർ ഉൾപ്പെടെയുള്ള ആളുകൾ അതിൻ്റെ മുമ്പിലൊരു ബൈറ്റ് കൊടുക്കുന്നത് ഞാൻ കേട്ടു. ഈ ആരോപണം, ഈ അഴിമതി ആരോപണം ഇതിൻ്റെ മുമ്പ്, ഈ ശശി ഇതിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് ഒരു കൗൺസിൽ പോലും ഇവർ അഴിമതി ആരോപണം ഉന്നയിച്ചിട്ടില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇത് പണിയെടുത്തത് സിൽക്ക് എന്നൊരു ഏജൻസിയാണ്. അത് സർക്കാരിൻ്റെ അക്രഡിറ്റഡ് ഏജൻസിയാണ്. ഒരു നഗരസഭ ചെയർമാൻ എന്നുള്ള നിലക്ക് അല്ലെങ്കിൽ ഒരു കൗൺസിലറെ സംബന്ധിച്ച്, ഒരു MLA സംബന്ധിച്ച് പദ്ധതികൾ കൊണ്ടുവരുന്നു, റോഡിന് ഫണ്ട് വെക്കുന്നു, അത് വെച്ച് ടെൻഡർ കഴിഞ്ഞാൽ അതിൻ്റെ ഇംപ്ലിമെൻറ്റിംഗ് ഓഫീസർമാർ, അതിൻ്റെ AE, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, AXE തുടങ്ങി ഇതിനൊരു വിങ്ങുണ്ട്. അവരല്ലേ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതിലെന്തെങ്കിലും അഴിമതി ഉണ്ടെങ്കിൽ അന്വേഷിച്ചോട്ടെ, സ്വാഗതം ചെയ്യാണ്. ഇവിടെ മണ്ണാർക്കാട് നഗരസഭയിൽ ഒരുപാട് പദ്ധതികൾ ഞങ്ങൾ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ മണ്ണാർക്കാട് CCTV ടൗണിൽ 48ഓളം ക്യാമറ വെച്ചു. അത് ഇംപ്ലിമെൻറ്റ് ചെയ്തത് PWD ഇലക്ട്രോണിക് വിങ്ങാണ്. ഞങ്ങളതിൽ ഡിപ്പോസിറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഇവർ തരുന്ന എസ്റ്റിമേറ്റിനനുസരിച്ചിട്ടാണ് അതിൻ്റെ ഫണ്ടും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ എൻജിനീയറിങ്ങും അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടപ്പാക്കുന്ന ഉദ്യോഗസ്ഥന്മാരാണ്. അഴിമതി ആരോപണങ്ങൾ ഈ വേദിയിൽ ചെയർമാൻ പോലും തള്ളിയില്ല, PK ശശിയാണ് തള്ളിയത്. അതിൽ ഞാനെന്തറിയോ, അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഉദ്ഘാടന വേദിയിലല്ല അതിന് മറുപടി പറയേണ്ടത്. കാരണം ഈ അഴിമതി ആരോപണത്തെക്കുറിച്ച് ഞാൻ അവിടെ പ്രസംഗിച്ചപ്പോൾ തന്നെ പറഞ്ഞു അതിനുള്ള മറുപടി ഞാൻ വേറെ തരാമെന്ന് പറഞ്ഞു. കാരണം ഞങ്ങളെ നേതാവിനെ, ജനങ്ങളൊക്കെ സന്തോഷത്തോടു കൂടി ആ ഒരു സ്ഥാപനം, എത്ര ആളുകൾ അവിടെ വന്നിരുന്നു, അപ്പോൾ അവരൊക്കെ അതിനെ സ്വീകരിച്ചു എന്നല്ല ഇതിനർത്ഥം. അപ്പോൾ അവിടെ ഞാൻ ആ വേദിയിൽ ഇതിന് മറുപടി പറഞ്ഞിട്ട് പിന്നെ പ്രത്യേകിച്ച് ഇത്തരം ആളുകൾക്ക് മറുപടി കൊടുക്കേണ്ട യാതൊരു ആവശ്യമല്ല. കാരണം ഞങ്ങളത് അത്രയും അവറ്റിനോടുകൂടി മണ്ണാർക്കാട്ടുകാർ തള്ളിക്കളഞ്ഞു എന്നുള്ളതാണ്.
ഇപ്പോൾ ഈ UDFൻ്റെ ഭാഗമായി PK ശശിയെ പോലുള്ള ഒരാൾ വരുന്നത് മണ്ണാർക്കാട്ട് അദ്ദേഹം ഒരുപാട് പതിറ്റാണ്ടുകളായി പ്രവർത്തിക്കുന്നുണ്ട്, താങ്കളും പ്രവർത്തിക്കുന്നുണ്ട്, ഗുണകരമാകുമെന്ന് ആണോ വിചാരിക്കുന്നത്? അല്ല, ഇതിൽ ഓരോ രാഷ്ട്രീയ നേതാവിനും ഓരോ പ്രവർത്തകർക്കും അവരുടേതായിട്ടുള്ള പ്രവർത്തന മണ്ഡലങ്ങളുണ്ട്. ഞാൻ ഇത്രയും കാലം പ്രവർത്തിച്ചത് UDFൻ്റെ ഒരു ഘടകകക്ഷിയായ മുസ്ലിം ലീഗിൻ്റെ ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. ഞാൻ 95 പഞ്ചായത്ത് മെമ്പറായിട്ടുണ്ട്, 2005 ഇപ്പോഴാണ് അതായത് അതിന് മുമ്പ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുണ്ട്, ട്രഷററായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എൻ്റെ പ്രവർത്തന മണ്ഡലം മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ തത്വങ്ങളും ആശയവും ആദർശവും അതുപ്രകാരമാണ് എൻ്റെ പ്രവർത്തനം ഉള്ളത്. PK ശശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അദ്ദേഹത്തിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അല്ലെങ്കിൽ LDFൻ്റെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ CPMൻ്റെ കാഴ്ചപ്പാടിലാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അദ്ദേഹം ഈ വന്നാൽ ഗുണകരമാകുമോ, വരുമെന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? അല്ല, ഇതിൽ അദ്ദേഹം തന്നെ അതിന് ഇന്ന് മറുപടി പറഞ്ഞു എന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത്. അദ്ദേഹം ഇന്നും CPMൻ്റെ ആളുകൾ, പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിനോട് ചോദിക്കണം. പിന്നെ രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലക്ക് ഇവിടെ നിന്ന് കോൺഗ്രസിൻ്റെ MP ഉൾപ്പെടെയുള്ള ആളുകൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നുണ്ട്. ഈ പാർട്ടി മുന്നണിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് എല്ലാവരും ആ ഒരു രീതിയിലല്ലേ, അത് പറയേണ്ട ആൾ അദ്ദേഹമാണ്. നമ്മൾ അതിനെ പറ്റിയിട്ട് ഒരു കാര്യങ്ങൾ പറയേണ്ട ഒരിതല്ല. പിന്നെ ഉയർന്ന ലീഡർഷിപ്പിലെ ആളുകളാണ് ഇത്തരം കാര്യങ്ങളൊക്കെ പറയേണ്ടത്. എന്തായാലും ഈ ചർച്ചകൾ സജീവമായി നടക്കുന്നുണ്ട്. അതിൽ ഇനി PK ശശിയും അതോടൊപ്പം തന്നെ കോൺഗ്രസ് UDF നേതൃത്വവും എന്ത് തീരുമാനം എടുക്കും എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. സാജിദ് അജ്മൽ, മീഡിയ 1, പാലക്കാട്.